പരിശുദ്ധനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 19-ാം തിരുവചനം വ്യക്തമാക്കുന്നു: ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിന്റെ പാതകൾ നേരെയാക്കാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ പ്രതികൂല അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ അവിടുത്തെ മഹാകരുണയെയും കരുതലിനെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവിടെ നമ്മുടെ ജീവിതത്തിൽ ചുരിഞ്ഞ നിരവധിയായ നന്മകളെ ഓർത്ത് അവിടുത്തെ ആരാധിച്ച് സ്തോത്രം ചെയ്യാം. അവിടുന്ന് ആരെയും ഉപേക്ഷിക്കുന്നില്ല. ദുഷ്ടനും ശിഷ്ടനും ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. അവിടുത്തെ കരുണ നിലച്ചിട്ടില്ല, അവിടുത്തെ വാഗ്ദാനങ്ങൾ അവസാനിച്ചിട്ടില്ല. നമുക്കെതിരെ നിൽക്കുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങളെ ഇല്ലാതാക്കി നമുക്കായി കരുണയുടെ വാതിലുകൾ അവിടുന്ന് തുറക്കും. ഒരു കാര്യം മാത്രം നാം ചിന്തിക്കുക: മുൻകാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ ധ്യാനിക്കുകയും അവിടുത്തെ ആരാധിച്ച് സ്തോത്രം ചെയ്താൽ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തും. അതുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. കർത്താവായ യേശു ക്രിസ്തു ഇന്നുവരെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അവിടത്തേക്ക് നന്ദി പറയാം. അവിടത്തോട് പറയാം: കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ അത് അവിടുത്തെ കൃപയാലാണ്. യേശുവേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും അങ്ങേക്കായി എന്നും ജീവിക്കും. നന്ദി ചൊല്ലുവാൻ വേറെയൊരാൾ എൻ്റെ ജീവിത യാത്രയിൽ, നന്ദി ചൊല്ലുവാൻ വേറെയൊരാൾ എൻ്റെ ജീവിത യാത്രയിൽ. ഇന്നു ഞാൻ പുൽകും നന്മകൾക്കെല്ലാം കാരണം നീ എൻ യേശുവേ. ഓ എൻ്റെ യേശുവേ, ഇന്നു ഞാൻ പുൽകും നന്മകൾക്കെല്ലാം കാരണം നീ എൻ യേശുവേ. ആകയാൽ ഞാനും എൻ കുടുംബവും നിനക്കായെന്നും ജീവിക്കും. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്തിൻ നായക, എന്നും നിന്നെ നോക്കി ഞാൻ ഓടിടും. നന്ദി ചൊല്ലുവാൻ വേറെയൊരാൾ എൻ്റെ ജീവിത യാത്രയിൽ. കർത്താവായ യേശുവേ, പാപത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് അവിടുത്തെ മകനും മകളുമാക്കി മാറ്റി. കർത്താവേ, അങ്ങനെ ചേർത്ത് വെച്ചു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ യേശുവേ, അങ്ങേക്ക് സ്തോത്രം. അന്ധകാരത്തിൻ ആഴത്തിൽ ഞാനും മുക്തി തേടി 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 അലയവേ. ഓ യേശുവേ, അന്ധകാരത്തിൻ ആഴത്തിൽ ഞാനും മുക്തി തേടി 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 അലയവേ. നീയല്ലോ ജീവൻ ദാനമായി നൽകി നിൻ മകനാക്കി തീർത്തതും. നീയല്ലോ ജീവൻ ദാനമായി നൽകി നിൻ മകനാക്കി തീർത്തതും. നന്ദി
യാത്രയിൽ. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ വീണു പോകുമെന്ന് തോന്നിയ പല മേഖലകളിലും അവിടുന്ന് എന്നെ കൈപിടിച്ചുയർത്തി. എൻ്റെ ഭാവിയെ അവിടുന്ന് സുരക്ഷിതമാക്കി. യേശുവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ഭാവിയെ കരുതുവാനാരും ഇല്ലാതെ പോയൊരാ നാളുകളിൽ, എൻ്റെ ഭാവിയെ കരുതുവാനാരും ഇല്ലാതെ പോയൊരാ നാളുകളിൽ, നീയല്ലോ നാഥാ കൈപിടിച്ചെന്നെ ഇന്നോളം നയിച്ചവൻ. നീയല്ലോ നാഥാ കൈപിടിച്ചെന്നെ ഇന്നോളം നയിച്ചവൻ. ആമേൻ. ഹല്ലേലൂയ. ഓ യേശുവേ, നന്ദി ചൊല്ലുവാൻ വേറെയൊരാൾ എൻ്റെ ജീവിത യാത്രയിൽ. ഇന്നു ഞാൻ പുൽകും നന്മകൾക്കെല്ലാം കാരണം നീ എൻ യേശുവേ. ആകയാൽ ഞാനും എൻ കുടുംബവും നിനക്കായെന്നും ജീവിക്കും. വിശ്വാസത്തിൻ നായക, എന്നും നിന്നെ നോക്കി ഞാൻ ഓടിടും. ആകയാൽ ഞാനും എൻ കുടുംബവും നിനക്കായെന്നും ജീവിക്കും. വിശ്വാസത്തിൻ നായക, എന്നും നിന്നെ നോക്കി ഞാൻ ഓടിടും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവായ യേശുവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.